ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ചൈനീസ് വൈദ്യന്മാരുടെ അഭിപ്രായത്തിൽ വൈദ്യന്മാർ 3 തരത്തിലാണ്. രോഗം വന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നവർ രണ്ടാം കിട വൈദ്യന്മാർ. രോഗം വന്നതിന് ശേഷം ചികിത്സിച്ചിട്ടും ഭേദമാക്കാൻ പറ്റാത്തവർ തീർത്തും താഴെത്തട്ടിലുള്ള വൈദ്യന്മാർ. രോഗം വരാതെ നോക്കുവാനും രോഗം ആക്രമിക്കാത്ത വിധത്തിൽ ശരീരത്തെ ഉരുക്കിയെടുക്കുവാനും കരുത്ത് നൽകുന്നവരാരോ അവരാണ് ഒന്നാം കിട വൈദ്യന്മാർ. ലെനിൻ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുവെന്ന് ആരോ കുറിച്ച് വെച്ചിട്ടുണ്ട്. അനേകം വൈദ്യന്മാരുടെ ഉദാരമായ സഹകരണത്തോടുകൂടി ഞാനിതാ മരണത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നു. നന്ദി. അനേകം വൈദ്യന്മാരുടെ ഉദാരമായ സഹകരണത്തോടുകൂടി മരണത്തെ പുൽകുന്നവരാണ് ഇപ്പോൾ കൂടുതൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രികളൊക്കെ കാണുമ്പോൾ തന്നെ മോർച്ചറിയുടെ ഓർമ്മയാണ് നിറഞ്ഞു നിൽക്കുക. ഇനി ആശുപത്രിയുടെ ഇടനാഴികൾക്ക് എത്രയൊക്കെ സുഗന്ധക്കൂട്ടുകൾ നിറച്ചു വെച്ചാലും മരുന്നിൻ്റെയും മരണത്തിൻ്റെയും ഇടകലർന്ന അസഹനീയമായൊരു ഗന്ധമുണ്ട്. ഇനി എത്ര 5 സ്റ്റാർ ഹോട്ടലിൻ്റെ മുഖമുദ്രകളൊക്കെ കൊണ്ടുവച്ചാലും ഈ ആശുപത്രികൾക്കൊക്കെ ഏതോ ഒരു നരകത്തിൻ്റെ ചിത്രം എവിടെയൊക്കെയോ മാറാതെ പതിക്കപ്പെട്ട് കിടപ്പുണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞത് എൻ്റെ കൈവശം ഒരു ചെറു പുസ്തകം പിടിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കും ചികിത്സകനാകാം. എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ഇബ്രാഹിം. ഈ പുസ്തകം പറയുന്നത് വെറും സാധാരണക്കാരന്, ഒട്ടും പഠിക്കാത്തവന് പോലും ഒരു ഡോക്ടറായി മാറാൻ സാധിക്കും. ചെറു നാട്ടറിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾക്കും ആളെ കൊല്ലാത്ത വൈദ്യനായി മാറുവാൻ പറ്റുമത്രേ. അത് ഞാനും ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ അനുഭവത്തിലൂടെ. ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരിക നിരുപദ്രവിയായ അത്ഭുത ചികിത്സയെക്കുറിച്ചാണ്. അത്ഭുത ചികിത്സ എന്ന് ഇദ്ദേഹം ഇവിടെ വിളിക്കുന്നത് അക്യുപ്രഷർ, ജലചികിത്സ, കാന്തചികിത്സ, മർമ്മ ചികിത്സ, യോഗ ചികിത്സ എന്നിവയൊക്കെയാണ്. ഇവ നിരുപദ്രവികളാണ്, കാരണം സൈഡ് ഇഫക്ട്സ് ഒന്നുമില്ലല്ലോ. യുവർ ഹെൽത്ത് ഈസ് ഇൻ യുവർ ഹാൻഡ്. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ വിരൽത്തുമ്പിലാണത്രേ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ച് പറയട്ടെ, ഞാനതിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ വിരൽത്തുമ്പിലും 7000 സ്പർശ കോശങ്ങളുണ്ട്, ടച്ച് റിസപ്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ ടച്ച് റിസപ്റ്റേഴ്സ് ഓരോന്നും അത്ഭുതങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതോ സ്ഫടിക പാത്രം പോലെയാണ്. നിങ്ങളൊന്ന് ആത്മാർത്ഥമായ സ്നേഹത്തോടെ കനിവോടെ തൊട്ടുണർത്തി കഴിയുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തി മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഇനി നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുക. ഒരല്പം അനാട്ടമി. അനേക ഗ്ലാൻഡുകൾ ശരീരത്തിലുണ്ട്. ഓരോ ഗ്ലാൻഡും അത്ഭുതകരമായ പ്രവർത്തന ശൈലി കാഴ്ചവെക്കുന്ന അത്ഭുത മെഷീനുകളാണല്ലോ. ഈ ഗ്ലാൻഡുകൾക്ക് ഓരോന്നിനും ഓരോ റിഫ്ലെക്സ് പോയിൻറ്റുകളുണ്ട്, പവർ പോയിൻറ്റുകൾ. ചെറുഞരമ്പുകളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്ന പോയിൻറ്റുകളുണ്ട്. ഇനി ഈ പോയിൻറ്റുകളിൽ നിങ്ങൾ അല്പം പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെയാണ് അവ പോസിറ്റീവായി ബാധിക്കുക. അക്യുപ്രഷറിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഈ അക്യുപ്രഷർ, അക്യുപങ്ക്ചർ ചികിത്സാ രീതികൾ തുടങ്ങുന്നത് ചൈനയിലാണ്. നമുക്ക് പെട്ടെന്ന് കണ്ടെത്തി മനസ്സിലാക്കാവുന്ന അക്യുപ്രഷർ റിഫ്ലെക്സ് പോയിൻറ്റുകളുള്ളത് കൈപ്പത്തിയിലും കാൽപാദങ്ങളിലുമാണ്. അപ്പോൾ അക്യുപ്രഷർ പഠിക്കുന്ന ആളുകൾ ആദ്യം തന്നെ ഈ കൈപ്പത്തിയിലും കാൽപാദങ്ങളിലുമുള്ള പവർ പോയിൻറ്റുകൾ കാണാപ്പാടമാക്കി മാറ്റണം. എവിടെ ഒന്ന് പ്രഷർ കൊടുക്കണം. പ്രഷർ കൊടുക്കുക എന്ന് പറയുമ്പോൾ വെറുതെ ഒന്ന് അമർത്തിയാൽ മാത്രം മതിയാവും. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? നമുക്ക് ആദ്യം ആയുർവേദത്തിലേക്ക് വരാം. എന്താ അസുഖം? അഴുക്ക് കെട്ടിക്കിടക്കുന്നതാണ് ആയുർവേദ വിധിപ്രകാരം അസുഖം എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്. ഈ ശരീരത്തിനകത്ത് ഒരു ഒഴുക്കുണ്ട്. സോ സർക്കുലേഷൻ ഈസ് ലൈഫ്, സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്. ഇത് പാശ്ചാത്യർ പറയുന്നതാണ്. സർക്കുലേഷൻ ഈസ് ലൈഫ്, അതായത് ഒരു ഒഴുക്കുണ്ട്, രക്തചംക്രമണം. ഈ രക്തത്തിൻ്റെയും വായുവിൻ്റെയും ഒക്കെ ഒഴുക്ക് വളരെ തനതായ രീതിയിൽ നടക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരം അസുഖം ഇല്ലാത്ത ശരീരമായി മാറുന്നു. ഇനി ഒഴുക്ക് എപ്പോഴെങ്കിലും നിന്നുപോയി സർക്കുലേഷൻ ബിക്കം സ്റ്റാഗ്നേഷൻ എന്ന അവസ്ഥയിൽ
ഒരാൾ രോഗിയായിത്തീരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി പോവുകയാണെങ്കിൽ അവിടെ മരുന്നൊക്കെ തരുന്നത് ശരീരത്തിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ജനറൽ ക്ലീനിങ് ആണ്. ഇപ്പോൾ നസ്യം, വസ്തി, സ്വേദം ഇത് മുതലായ രീതികളിലൂടെയൊക്കെ അകത്ത് കാലാകാലങ്ങളായി കെട്ടിക്കിടക്കുന്ന അഴുക്ക് മൊത്തത്തിലങ്ങ് പുറത്താക്കുകയാണ്. അഴുക്കൊക്കെ പുറത്താക്കി ശരീരം ശുദ്ധമായി കഴിയുമ്പോൾ, ക്ഷേത്രമായി ശരീരം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരല്പം മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നു. ആ മരുന്ന് സത്യത്തിൽ സസ്റ്റെയിനിങ്ങിന് വേണ്ടി മാത്രമാണ്, അല്ല അസുഖം മാറ്റാനല്ല. അസുഖം മാറ്റുവാനുള്ള ശ്രമമാണ് ഈ ശരീരത്തെ വൃത്തിയാക്കുക എന്നുള്ളത്. വൃത്തിയാക്കി കഴിഞ്ഞു. വൃത്തിയായി കഴിയുമ്പോൾ യഥാർത്ഥ ട്രാക്കിലെത്തിക്കഴിഞ്ഞു. ഇനി ട്രാക്കിലെത്തിയ ആൾക്ക് നന്നായിട്ട് ഓടാനായിട്ട് ഒരുപാട് മരുന്നൊന്നും വേണ്ട. അയാൾക്ക് അയാളുടെ കപ്പാസിറ്റിയിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഇതാണ് ആയുർവേദത്തിൻ്റെ തത്വം. അക്യുപ്രഷറും ഇത് തന്നെ പറയുന്നത്. സർക്കുലേഷൻ ഈസ് ലൈഫ് ആൻഡ് സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്. ഇനി നമ്മുടെ ശരീരത്തിൽ വിവിധ റിഫ്ലക്സ് പോയിൻറ്റുകളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഭാഗം അല്പം അസുഖബാധിതമായി മാറുമ്പോൾ ആ ഭാഗത്ത് ഒരു തരം ക്രിസ്റ്റൽ രൂപം കൊള്ളുന്നു. ക്രിസ്റ്റൽ രൂപം കൊണ്ട് ശരീരത്തെ കുത്തി അമർത്തുമ്പോൾ അതിന് വേദന എന്ന് നമ്മൾ പറയുന്നു. അവിടെ വേദന ഉണ്ടാകുന്നു. ഇനി ആ വേദനയുള്ള ഭാഗത്ത് ശക്തമായിട്ടൊന്ന് അമർത്തി അവിടെയുള്ള ഈ ക്രിസ്റ്റൽ ഇല്ലാതാക്കി കഴിയുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ വീണ്ടും അരോഗാവസ്ഥ ഉണ്ടാകുന്നു. വീണ്ടും കൃപയുടെ ഒഴുക്ക് അയാൾ അനുഭവിക്കുകയാണ്. അയാളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ ഒഴുക്കും ഉടൻ തന്നെ ഉണ്ടാകും. ഇത്രയൊക്കെ ചെയ്താൽ മതി. വെറുതെ ഒന്ന് ഞെക്കി നിങ്ങളുടെ അസുഖം മാറ്റാം എന്നുള്ളത് അത്ഭുതകരമായ ഒരു തിരിച്ചറിവല്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരല്പം സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ പല അസുഖങ്ങളും നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ. ഈ സാമാന്യ ബുദ്ധി ഉള്ളവരൊക്കെ ഇനിയൊന്ന് ശ്രദ്ധിക്കുക. അക്യുപ്രഷർ രീതിയിലൂടെ എങ്ങനെ നമുക്ക് നമ്മെ തന്നെയും മറ്റുള്ളവരെയും ചികിത്സിക്കാൻ സാധിക്കും. ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാൻഡായിട്ട് കാണുന്നത് എൻഡോക്രൈൻ ഗ്രാൻഡാണ്. എൻഡോക്രൈൻ ഗ്രാൻഡിനെ പാശ്ചാത്യർ വിളിക്കുക മാസ്റ്റർ ഗ്രാൻഡ് എന്നാണ്. കാരണം ഇതിൻ്റെ പ്രവർത്തനം, മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ വളരെ അധികമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ എൻഡോക്രൈൻ ഗ്രാൻഡിൻ്റെ റിഫ്ലക്സ് പോയിൻ്റ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഭാഗത്താണ്. നിങ്ങൾക്ക് കാണാനാകുന്നു എന്ന് ഞാൻ കരുതുന്നു. എൻഡോക്രൈൻ ഗ്രാൻഡിൻ്റെ റിഫ്ലക്സ് പോയിൻ്റ് ഈ ഒരു ഭാഗത്താണത്. അതായത് ചെറുവിരലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഏകദേശം. അപ്പം നമ്മൾ ഈ ഒരു വിരലിൽ അല്പം ഒന്ന് വിരലിന് താഴെയുള്ള ഭാഗത്ത് ഒരല്പം പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ സത്യത്തിൽ എൻഡോക്രൈൻ ഗ്രാൻഡിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ അക്യുപ്രഷർ ചികിത്സാ രീതി നടത്തുന്ന ഡോക്ടർമാർ എല്ലാ ദിവസവും അവരുടെ എൻഡോക്രൈൻ ഗ്രാൻഡിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുവാൻ വേണ്ടി ഈ ഒരു ഭാഗത്ത് പ്രഷർ കൊടുക്കാറുണ്ട്. സ്വയം ഒരു ചികിത്സ, ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലെ കിക്ക് ഓഫ് എന്ന പോലെ അത് നമ്മളും ഓർത്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നട്ടെല്ല് 5 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറേയൊക്കെ അറിയാവുന്നതാണ്. സെർവിക്കൽ, തൊറാപ്പിക്, ലംബാർ, സേക്രം, കോക്കിക്സ് എന്നിങ്ങനെ 5 ഭാഗങ്ങൾ. നട്ടെല്ലിൻ്റെ റിഫ്ലക്സ് പോയിൻറ്റുകൾ കൈകാലുകളിൽ എവിടെയെല്ലാമാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന 2 ചിത്രങ്ങൾ നോക്കുക. ഈ 2 ചിത്രങ്ങൾ ഇരിക്കുന്ന ഭാഗങ്ങളിലാണ് നട്ടെല്ലിനെ ബാധിക്കുന്ന പവർ പോയിൻറ്റുകൾ ഉള്ളത്. അപ്പോൾ ശരിക്കും ഈ ഒരു ഭാഗം നമ്മളൊന്ന് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, വെറുതെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വെറുതെ ഒന്നും ഇങ്ങനെ തൊട്ട് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നട്ടെല്ലിനെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ വെറുതെ ഒന്ന് ഞെക്കി നിങ്ങളുടെ നട്ടെല്ലിൻ്റെ അസുഖങ്ങൾ മാറ്റാനാവുമോ എന്ന് സംശയാലുക്കളായ ആരെങ്കിലൊക്കെ ചോദിക്കുന്നുണ്ടാകാം. എൻ്റെ ചങ്ങാതി, വേറൊരു സ്പർശത്തിലാണ് നിങ്ങളുടെ രോഗശമനം ഇരിക്കുന്നതെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഇനി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹൈപ്പോകോൺഡ്രിയാക്കാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സംശയത്തോടെ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് പറയും ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ എന്ന്. കാരണം എന്തെന്നറിയോ,
ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത് എന്താണ്? ശരീരത്തിൽ മാറാരോഗം പിടികൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലാണിത്. അവരിങ്ങനെ ഡോക്ടർമാരെ മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. സൈക്കോളജിയിൽ ഇതിനെ പറയുന്നത് ഡോക്ടർ ഷോപ്പിംഗ് എന്നാണ്. ഒരു ഡോക്ടറെ കണ്ട് ആവശ്യത്തിന് മരുന്ന് കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മരുന്ന് തരുന്ന ഡോക്ടറെ കണ്ടെത്തും. ഡോക്ടർമാർ ഇങ്ങനെയാണ് കച്ചവടക്കാരായി മാറുക. ഹൈപ്പോകോൺഡ്രിയാസിസും ഡോക്ടർമാരുടെ കടുത്ത സെൽഫിഷ്നെസ്സും ഒരുമിച്ച് ചേർന്ന് കഴിയുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉടലെടുക്കുന്നു. അയ്യോ, ഞാൻ ഒരു ആശുപത്രിക്കും എതിരല്ല എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ കൊച്ചു കാര്യം പറയുകയാണ്, ചില മനുഷ്യർക്ക് എത്ര മരുന്ന് കഴിച്ചാലും തൃപ്തി വരില്ല, ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടാലും തൃപ്തി വരില്ല. പക്ഷെ അവർ ഓർക്കുക, ചിലപ്പോൾ ഒരു സ്പർശത്തിലൂടെ അവരുടെ രോഗത്തെ ഭേദപ്പെടുത്തുവാൻ അവർക്ക് തന്നെ സാധിക്കുമായിരിക്കും. ഈ താഴെയുള്ള ചിത്രത്തിൽ പാദങ്ങളിലുള്ള റിഫ്ലക്സ് പോയിൻറ്റുകളാണ്. ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ ഒന്ന് അമർത്തി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും ഒന്ന് അമർത്തിപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ നട്ടെല്ലിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി സുഗമമാകും. അവിടെ സർക്കുലേഷൻ വന്നു ചേരും. അവിടെ സ്റ്റഗ്നേഷൻ എന്ന അവസ്ഥ മാറി കുറച്ചുകൂടി നല്ല രക്തയോട്ടം ഉണ്ടാകും. പലതരത്തിലുള്ള വാദസംബന്ധിയായ അസുഖങ്ങൾ, നടുവേദന അല്ലെങ്കിൽ വല്ലാത്ത പുറവേദനയൊക്കെ മാറ്റുവാൻ ഇത്തരത്തിൽ ചെയ്യാൻ മതിയാവും. അപ്പോൾ ഇതൊക്കെയാണ് റിഫ്ലക്സ് പോയിൻറ്റുകൾ എന്ന് മനസ്സിലാക്കിയെടുക്കുക. ഈ ചിത്രം കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. ഇത് നട്ടെല്ലിൻ്റെ കാര്യമാണ്. ഇനി നമുക്ക് ആർക്കെങ്കിലും മൈഗ്രെയിൻ ഹെഡേക്ക് വരുന്നു എന്ന് വിചാരിക്കുക. മൈഗ്രെയിൻ ഹെഡേക്ക് വന്നു കഴിഞ്ഞാൽ ആൾ പെട്ടെന്ന് ഒരു പുലിയായി മാറും. എലിക്കെങ്ങനെ പുലിഫിക്കേഷൻ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വല്ലാതെ മൈഗ്രെയിൻ ഹെഡേക്ക് വന്ന ആളുകളെ സസൂക്ഷ്മം വീക്ഷിക്കുമ്പോഴാണ്. അവർ ഹിസ്റ്റീരിക് ആയി പെരുമാറിയെന്ന് വരാം, പെട്ടെന്ന് ദേഷ്യം വന്നെന്ന് വരാം, പൊട്ടിത്തെറിച്ചെന്ന് വരാം, വല്ലാതെ സാധനങ്ങളൊക്കെ തച്ചുടച്ചെന്ന് വരാം. ഇങ്ങനെ മൈഗ്രെയിൻ രോഗം മൂലം അസഹനീയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളുടെ ഈ അസഹനീയമായ അവസ്ഥ മാറ്റാൻ ഒരു സ്പർശം മതി എന്ന് പറയുമ്പോൾ തലവേദനയുള്ളവർ പെട്ടെന്ന് വീണ്ടും പൊട്ടിത്തെറിച്ചെന്ന് പറയാം. നുണ പറയുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. മൈഗ്രെയിൻ രോഗിയുടെ കാലിൻ്റെ തള്ളവിരൽ ട്വിസ്റ്റിംഗ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ തള്ളവിരൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യണം. വിരൽ തുമ്പത്ത് കൈകൊണ്ട് പിടിച്ച് ആദ്യം ക്ലോക്ക് വൈസും പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസുമായിട്ട് 15 പ്രാവശ്യം തിരിക്കുന്നു. വെറുതെ ഒരു ട്വിസ്റ്റിംഗ് ആണ്. 15 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും. അത് കഴിഞ്ഞ് തള്ളവിരലിൻ്റെ മുകളിൽ അല്പം പോലും വിടാതെ അക്യുപ്രഷർ ചെയ്യുന്നു. തള്ളവിരലിൻ്റെ മുകളിലേക്ക് അമർത്തുന്നു. എല്ലാ വിരൽത്തുമ്പിലും നഖത്തോടൊപ്പം അമർത്തുകയും വിടുകയും ചെയ്യും. അതായത് വിരൽത്തുമ്പിൽ നഖത്തോടൊപ്പം ഇങ്ങനെ അമർത്തുന്നു വിടുന്നു. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ കൈകളിലെ തള്ളവിരലിലെയും ചൂണ്ടാണി വിരലിൻ്റെ മധ്യത്തിലുള്ള റിഫ്ലക്സ് പോയിൻറ്റിൽ കുറച്ച് നേരം പ്രഷർ കൊടുക്കുന്നു. അതായത് തള്ളവിരലിൻ്റെയും ചൂണ്ടാണി വിരലിൻ്റെയും മധ്യത്തിലുള്ള പോയിൻറ്റ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. ഈ ഭാഗത്ത് വെറുതെ ഒന്ന് അമർത്തി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മൈഗ്രെയിൻ ഹെഡേക്ക് മാറും. വല്ലാതെ തലവേദന വന്ന് നിങ്ങളോട് സദാ തട്ടിക്കയറുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ ഒരു വിദ്യ പ്രയോഗിച്ച് നോക്കുക. കൃത്യസ്ഥലത്ത് തന്നെ അമർത്തണം എന്ന് മാത്രം. ആ സ്ഥാനത്ത് അമർത്തി കഴിയുമ്പോൾ ഈ തലവേദന കൊണ്ട് അലറുന്നയാൾ നിങ്ങളുടെ തല അടിച്ച് പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചങ്ങാതി സൂക്ഷിക്കണം. കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി ഈ മുദ്രകളൊക്കെ കൈമാറുന്നതായിരിക്കും വളരെ നല്ലത്. ഇനി ശരീരത്തിലെ റിഫ്ലക്സ് ഏരിയകളെ മനസ്സിലാക്കാൻ 4 ഏരിയകളാക്കി ശരീരത്തെ മൊത്തത്തിൽ തിരിച്ചിട്ടുണ്ട് എന്നറിയണം. ഹെഡ് ഏരിയ, ചെസ്റ്റ് ഏരിയ, ഡൈജസ്റ്റീവ് ഏരിയ, സെക്സ് ഏരിയ. ഇതാണ് 4 പ്രധാനപ്പെട്ട ഏരിയകൾ. ഇനി ഹെഡ് ഏരിയയിലുള്ള ഏത് അസുഖത്തെയും നിയന്ത്രിക്കാനാവുക നിങ്ങളുടെ പാദത്തിൽ ഈ വിരലുകളുടെ ഭാഗത്ത് അമർത്തിക്കൊണ്ടാണ്. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഏറ്റവും വിരലുകളുടെ ഭാഗം, ഇത് ഹെഡ് ഏരിയ നിയന്ത്രിക്കുവാനുള്ള ഭാഗമാണ്. അപ്പോൾ ഇവിടെ അമർത്തിക്കഴിയുമ്പോൾ, ശരിക്കൊന്ന് മസാജ് ചെയ്ത് കഴിയുമ്പോൾ അമർത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഹെഡ് ഏരിയ കുറച്ചുകൂടി രോഗവിമുക്തമായി മാറുന്നു. ഇനി ചെസ്റ്റ് ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വിരലുകൾക്ക് തൊട്ട് താഴെയുള്ള ഭാഗം, ആ ഏരിയയിൽ അമർത്തിക്കഴിയുമ്പോൾ ചെസ്റ്റ് ഏരിയയിൽ വരാവുന്ന അസുഖങ്ങൾക്കൊക്കെ ചെറിയ തോതിലെങ്കിലും, മിക്കവാറും വളരെ വലിയ തോതിൽ
രോഗശമനം ഉണ്ടാവും. ഇനി ഡൈജസ്റ്റീവ് ഏരിയ എന്ന് പറയുന്ന ഒരു ഉള്ളങ്കാല് എന്ന് പറയുന്ന ഭാഗം, ഉപ്പൂറ്റി എന്ന് പറയുന്ന ഭാഗമാണ് സെക്സ് ഏരിയ. അപ്പോൾ ഇവിടെയൊക്കെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് ഏരിയകളിൽ രോഗശാന്തി ഉണ്ടാകുന്നു. സത്യത്തിൽ എത്ര എളുപ്പമാണ് എന്ന് നോക്കുക. ഇനി അനുഭവത്തിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് അർത്ഥമുണ്ട് എന്നും തിരിച്ചറിയുക. വല്ലാതെ കഴുത്തുവേദനയും തലയ്ക്ക് മരവിപ്പും വല്ലാത്ത ഭാരമൊക്കെ വരുമ്പോൾ ഈ പാദങ്ങളിലെ തള്ളവിരൽ തുടങ്ങി വിരലുകളൊക്കെ ഒന്ന് അമർത്തി നോക്കുക. ശരിക്കും അമർത്തി കഴിയുമ്പോൾ തന്നെ ഭാരം കുറയുന്നു എന്ന അവസ്ഥ വരാം. ഇങ്ങനെ നിസ്സാരമായ മാർഗങ്ങളിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഇങ്ങനെ ഓരോ തരത്തിലും നമ്മളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിൻ്റെ ചലനക്രമങ്ങളെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നിസ്സാരമായ ഒരു പഠനമല്ലല്ലോ. ധാരാളമായിട്ട് നമ്മളുടെ റിഫ്ലക്സ് പോയിൻറ്റുകളുണ്ട്. ഈ പുസ്തകത്തിൽ പലയിടങ്ങളിലായിട്ട് വിവിധ റിഫ്ലക്സ് പോയിൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹൃദയത്തിലേക്കുള്ള റിഫ്ലക്സ് പോയിൻറ്റുകൾ, നമ്മളുടെ കരളിനെ നിയന്ത്രിക്കുന്ന റിഫ്ലക്സ് പോയിൻറ്റുകൾ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിസ്സാരമായ സ്പർശത്തിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വീണ്ടെടുക്കുവാൻ സാധിക്കും. അത് ഹൃദയത്തിൻ്റെ റിഫ്ലക്സ് പോയിൻ്റ് കൂടി ഒന്ന് കാണിക്കുകയാണ്. ഹൃദയത്തിൻ്റെ റിഫ്ലക്സ് പോയിൻ്റ് ലെഫ്റ്റ് ഹാൻഡിലും ലെഫ്റ്റ് ഫീറ്റിലുമാണ്. അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് കാണും. ഈ ചിത്രമനുസരിച്ച് ഇതാണ് ആ കറുത്ത പാട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്താണ് ഈ ഹൃദയത്തിൻ്റെ റിഫ്ലക്സ് പോയിൻ്റ് കാണുവാൻ സാധിക്കുക. അവിടെ ഒന്നും സ്നേഹത്തോടു കൂടി അല്പം ഉണർവോടുകൂടി ഒന്ന് അമർത്തിക്കഴിയുമ്പോൾ ഹൃദയ സംബന്ധമായ പല പ്രശ്നങ്ങൾക്കും ശമനം ഉണ്ടാകാം. ഇനി ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. കാലാകാലങ്ങളായിട്ട് മനുഷ്യർ ജീവിതത്തിലൂടെ ഇത് ശരിയെന്ന് കണ്ടെത്തിയിട്ടുള്ള തത്വങ്ങളാണ്. നിങ്ങളും വെറുതെ ഒരുപാട് പൈസയൊക്കെ നിങ്ങൾ ഇതിനൊക്കെ ചിലവാക്കിയിട്ടുണ്ടല്ലോ. ഇനി പൈസ ചിലവാക്കാതെ ചില ചെപ്പിടി വിദ്യകളൊക്കെ കാണിച്ചു നോക്കുക. ഇതുവരെ ചിലവാക്കിയ പണം കൊണ്ട് നേടാനാവാത്ത നേട്ടം ഒരു പക്ഷേ പണം ചിലവാക്കാതെ നേടാൻ സാധിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഒരു വൈദ്യനാകാൻ സാധിക്കുക എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. ശ്രമിച്ചു നോക്കുക. ഇനി കളർ ട്രീറ്റ്മെൻറ്റ്, പല കളറുകൾക്കും പല അസുഖങ്ങളും മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ സൂര്യപ്രകാശത്തിൽ ദിവസവും അല്പം നേരം സ്നാനമേറ്റ് നിൽക്കുന്നത് തന്നെ നമ്മുടെ അസുഖങ്ങൾ പലതും മാറ്റും. അത് പുലർവട്ടത്തിലും അല്ലെങ്കിൽ സന്ധ്യാവട്ടത്തിലൊക്കെയാണ് നിൽക്കേണ്ടത്. സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്ന അൾട്രാ വയലറ്റിൻ്റെ സമയത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. മറിച്ച് നിറം നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ചൂടുള്ള സമയത്ത്, ആ സമയത്ത് നിൽക്കുകയാണെങ്കിൽ, ദിവസവും നിൽക്കുകയാണെങ്കിൽ ശരീരത്തിന് മൊത്തത്തിൽ തേജസ്സും ഓജസ്സും ചർമ്മത്തിന് കാന്തിയും ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കളറുകൾ ചുവപ്പ്, മഞ്ഞ, നീല. ഈ കളറുകളുടെ കോമ്പിനേഷൻസാണ് റെയിൻബോയിലും മഴവില്ലിലും മറ്റും കാണുന്നത്. ഇനി ഓരോ കളറിനും ഓരോ തരത്തിൽ നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗ്രീൻ കളർ കണ്ണിൻ്റെ സകല അസുഖങ്ങൾക്കും ഉത്തമ നിവാരണ മാർഗം ഈ ഗ്രീൻ കളർ തെറാപ്പി ഉപയോഗിക്കലാണ്. ഓറഞ്ച് കളർ ശരീരം തീർത്തും തണുത്തുറഞ്ഞു പോകുമ്പോൾ ചൂട് കൊണ്ടുവരാൻ ഓറഞ്ച് കളർ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ കളയാൻ പച്ച നിറത്തിന് കഴിവുണ്ട്. ഇതുപോലെ ഓരോ കളറിനും വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്. ബ്ലൂ ഓയിൽ തലയിൽ തടവുന്നത് തലയിൽ രോഗങ്ങൾ മാറാൻ നല്ലതാണ്. പിന്നെ മസ്തിഷ്ക ക്ഷീണം, നിങ്ങൾ പഠിച്ച് തളർന്ന് കഴിയുമ്പോൾ നീല നിറത്തിലേക്ക് വെറുതെ നോക്കിയാൽ തന്നെ നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത വരുമത്രേ. നിങ്ങളുടെ മുറിക്കുണ്ടാകേണ്ട കളറ് സ്കൈ ബ്ലൂവോ അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടുള്ള പിങ്കോ ഒക്കെയാണ്. കാരണം ഈ കളറുകൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം പോസിറ്റീവ് എനർജി ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങൾക്ക് ചുറ്റിലും ഒരുതരം പോസിറ്റീവായ ഔറ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിന് സമാധാനം കിട്ടും. വല്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ പുറത്തേക്ക് നോക്കുക, ആകാശ നീലിമയിൽ നോക്കുക, അല്ലെങ്കിൽ കടലിൻ്റെ നീലിമയിലേക്ക് നോക്കുക, അല്ലെങ്കിൽ പച്ചപ്പിലേക്ക് നോക്കുക. നിങ്ങളുടെ ക്ഷീണവും നിങ്ങളുടെ മനക്ഷോഭവും മാറിക്കിട്ടും. ഇനി കളർ തെറാപ്പിയിൽ നിന്ന് വീണ്ടും സഞ്ചരിച്ചു കഴിയുമ്പോൾ വിവിധ തരത്തിലുള്ള പ്രാണായാമ ചികിത്സകളിലേക്ക് പ്രവേശിക്കും. ഈ പ്രാണായാമ ചികിത്സ നമ്മളെ ഒരുപാട് വളർച്ചയിലേക്ക് നയിക്കുന്നുണ്ട്. ഒരെണ്ണം മാത്രം ശീതളി പ്രാണായാമ എന്ന് പറയുന്നത്, ഇതിൽ പല പ്രാണായാമ മുറകളെക്കുറിച്ച് പറയുന്നത്. ശീതളി പ്രാണായാമം എന്ന് പറയുന്നത്
നിങ്ങൾ വല്ലാതെ ടയർഡായിരിക്കുന്നു, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് സങ്കടം വന്നിരിക്കുന്നു. ആ സമയത്ത് നിങ്ങളുടെ നാവ് പുറത്തേക്ക് അല്പം നീട്ടിയിട്ട് വായു ഒരു കപ്പ് പോലെ നാവ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് സ്വീകരിക്കുക. അകത്തേക്ക് നിങ്ങൾ വായു എടുക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ശീതളിമ തോന്നും, അകത്തൊരു കുളിർമ തോന്നും. ഇങ്ങനെ പിന്നെ ആ വായ അല്പം അകത്ത് വെച്ചതിന് ശേഷം പുറത്തേക്ക് വിടുക. ഇങ്ങനെ ഒരു 15 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം പമ്പെടുക്കും. ഇത് ഗ്യാരണ്ടിയാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഇതുപോലെ തന്നെ ശീത്കാരി പ്രാണായാമ എന്ന് പറയുന്നൊരു പ്രാണായാമമുണ്ട്. അത് പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പല്ലുകൾക്കിടയിലൂടെ വായു അകത്തേക്ക് എടുക്കുന്നതാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കോപം പെട്ടെന്ന് മാറും. പക്ഷെ ഒരു മുന്നറിയിപ്പുള്ളത്, നിങ്ങളുടെ മേലധികാരിയോ മറ്റോ നിങ്ങളോട് ദേഷ്യപ്പെടുന്ന നേരത്ത് ശീത്കാരി പ്രാണായാമം അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ചെയ്ത് കളയാം എന്ന് കരുതി കടിച്ച് പല്ലുകൾ കൊണ്ട് മെല്ലെ ഓക്സിജൻ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫലം എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നിങ്ങൾ ഒറ്റക്കായിരിക്കുമ്പോൾ ചെയ്ത് നോക്കുക. ഇതിന് എന്തെങ്കിലും പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പോടുകൂടി ഞാൻ പറഞ്ഞു തരും, തീർച്ചയായിട്ടും പോസിറ്റീവ് ഇഫക്റ്റ് ഇതിന് ഉണ്ട് എന്ന്. ഇനി പലതരത്തിലുള്ള മുദ്രകളുണ്ട്. മുദ്രകൾ കൊണ്ട് നമുക്ക് ഒരുപാട് രോഗവിമുക്തി വരുത്താം. ചിന്മുദ്ര, വായുമുദ്ര, ശൂന്യമുദ്ര, സൂര്യമുദ്ര, വരുൺ മുദ്ര, പ്രാൺ മുദ്ര, പൃഥ്വി മുദ്ര, അഭാൻ മുദ്ര മുതലായ മുദ്രകളുണ്ട്. ഈ മുദ്രകളിങ്ങനെ മാറിയും മറിച്ചൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ശരീരം മൊത്തത്തിൽ ഒരു ഇൻറ്റേർണൽ മസാജിങ് നടക്കുകയും ശരീരം രോഗവിമുക്തമാക്കപ്പെടുകയും ചെയ്യുന്നു. വെറുതെ ഒന്ന് ശരീരത്തിൻ്റെ മുദ്രകൾ മാറ്റി മാറ്റി നിങ്ങളുടെ അസുഖങ്ങൾ മാറ്റാമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ഇനി ജലചികിത്സ. നന്നായിട്ട് ദേഷ്യം വരുന്നയാളുടെ മുഖത്തേക്ക് അല്പം പച്ചവെള്ളം ഒഴിച്ചിടുക, അയാളുടെ ദേഷ്യം മാറും. മനക്ഷോഭം കൊണ്ട് എരിഞ്ഞ് പൊരിഞ്ഞ് വല്ലാതെ കത്തി നിൽക്കുന്ന ഒരാൾ കൈകാലുകൾ വെള്ളത്തിൽ മുക്കി വെക്കുക, അയാളുടെ മനസ്സ് ശാന്തമാകും. ഇനി വല്ലാതെ നിരാശയുള്ള ആൾ ഒന്ന് കുളിച്ചു നോക്കുക, കുളിയിലൂടെ നിരാശ മാറ്റുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ വാട്ടർ തെറാപ്പി എന്ന് പറയുന്ന ഒരു സംഗതി ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതുകൂടി പറഞ്ഞുകൊള്ളട്ടെ. പല്ലുതേപ്പ് കഴിഞ്ഞ ഉടൻ കവിൾ നിറയെ വെള്ളം പിടിച്ച് കണ്ണുകളിൽ വെള്ളം തെറിപ്പിച്ച് കഴുകുന്നത് പതിവാക്കുക. കണ്ണുകൾക്ക് കാഴ്ചയും ആരോഗ്യവും ഉണ്ടാകും. കവിൾ നിറയുന്നത്ര വെള്ളം പിടിച്ച് ആദ്യം വലത്തെ കണ്ണിൽ ഒരു കുമ്പിൾ വെള്ളം തെറിപ്പിക്കുക. അടുത്ത് ഇടത്തെ കണ്ണിൽ ഇങ്ങനെ ഓരോ കണ്ണിൽ 5 പ്രാവശ്യം വീതം രാവിലെ തോറും വെള്ളം തെറിപ്പിച്ചാൽ കണ്ണിന് കുളിർമയുണ്ടാകും, കാഴ്ച ശക്തി കൂടി വരും. കുളിക്കുന്നതിന് മുമ്പ് കവിൾ നിറയെ വെള്ളം പിടിച്ച് കുളിക്കുക. എപ്പോഴും ശല്യം ചെയ്യുന്ന ജലദോഷം മാറിക്കിട്ടും. കുളിക്കുന്നതിനിടയിൽ വായിൽ പിടിച്ചിരിക്കുന്ന വെള്ളത്തിന് ചൂട് കൂടുതലായെന്ന് തോന്നുന്ന പക്ഷം ആദ്യം പിടിച്ച വെള്ളം തുപ്പിക്കളഞ്ഞ് വീണ്ടും വായിൽ വെള്ളം നിറക്കാം. ഇങ്ങനെ ജലത്തിലൂടെ തന്നെ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ മാറ്റി മറിക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, MBBS ഡിഗ്രിയുള്ള ആളല്ല നിങ്ങൾ. എങ്കിൽ തന്നെയും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചികിത്സിക്കാൻ സാധിക്കും. വൈദ്യ, നീ നിന്നെ തന്നെ സുഖപ്പെടുത്തൂ എന്ന് യേശുവിൻ്റെ മൊഴികളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ സുഖപ്പെടുത്താം. ബിക്കോസ് യു ആർ എ ഡോക്ടർ ബൈ യുവർ സെൽഫ്. നിങ്ങളൊരു ഡോക്ടറാണ്. ദൈവം നിങ്ങളൊരു ഡോക്ടറായിട്ടാണ് സൃഷ്ടിച്ചത്, രോഗിയായിട്ടല്ല. ഡോക്ടറായി ജീവിക്കേണ്ട ആൾ രോഗിയായി മാറിപ്പോയത് എന്തുകൊണ്ടാണ്? വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. എല്ലാ ഡോക്ടർമാരുടെ മുമ്പിൽ വിനീതമായ നമസ്കാരത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, നല്ല യാത്ര ഒരിക്കൽ കൂടി നേരുന്നു. നന്ദി.